2025 49ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. തപോമയിയുടെ അച്ഛനിലെ ചില കഥാപാത്രങ്ങളെ കൂടി നമുക്കൊന്ന് നോക്കി വയ്ക്കാം. ഗോപാൽ ബറുവ, തപോമയി, സുമന്ന, ഷൺമുഖം സന്താനം എന്നിവരാണ്. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിലാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലത്തിനുമാണ് അവാർഡ് ലഭിച്ചത്. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. ഇനി നമുക്ക് സന്തോഷ് കുമാറിൻ്റെ പ്രധാന ചില അവാർഡുകൾ കൂടി നോക്കി പോകാം. 2025 മലയാറ്റൂർ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. 2025 OV വിജയൻ പുരസ്കാരം കൃതി ജ്ഞാനഭാരം. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരവും തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന് തന്നെയായിരുന്നു. 2023 നാരകങ്ങളുടെ ഉപമ എന്ന കഥാസമാഹാരത്തിന് ബഷീർ സാഹിത്യ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അന്ധകാരനഴി, കുന്നുകൾ നക്ഷത്രങ്ങൾ, ജ്ഞാനഭാരം, തങ്കച്ചൻ മഞ്ഞക്കാരൻ, വാക്കുകൾ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. ഗാലപ്പഗോസ്, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു, ചാവുകളി, 3 വിരലുകൾ, നീചവേദം, നവകഥകൾ, നാരകങ്ങളുടെ ഉപമ, പാവകളുടെ വീട് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങൾ. കാക്കരദേശത്തെ ഉറുമ്പുകൾ, പക്ഷികൾ നിറങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നു ഇവ അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതികളുമാണ്.